Kantara Chapter 1. It's not just a film, it's an experience. ഒരു കാലഘട്ടത്തെ ഒരു സംസ്കാരത്തെ പറഞ്ഞു പോകുന്ന കഥ. ആൻഡ് വിത്തിൻ ദാറ്റ് മിസ്റ്റിക്കൽ വേൾഡ് സ്റ്റാൻഡ്സ് കനകാവതി. സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ ഒരുപാട് പേര് കനകാവതിയുടെ ലുക്ക് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ട്രെൻഡിങ് ആയിട്ടുള്ള കനകാവതിയുടെ കോസ്റ്റ്യൂമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു സ്റ്റൈൽ ടോക്ക് വിത്ത് സ്റ്റൈലവേര. കനകാവതി എന്ന കഥാപാത്രത്തെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്നത് രുക്മിണി വസന്താണ്. കോസ്റ്റ്യൂം സ്റ്റൈലിംഗ് ചെയ്തിരിക്കുന്നത് പ്രഗതി ഷെട്ടി. ഒരു കഥാപാത്രത്തെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ കോസ്റ്റ്യൂം ടീം എടുക്കുന്ന വലിയൊരു റീസർച്ചും ഒരു ഡീപ്പ് ക്രിയേറ്റീവ് ജേർണിയും ഉണ്ട്. ക്രിയേറ്റീവ് ആർട്ടിൽ കോസ്റ്റ്യൂം ഡയറക്ടർക്ക് എപ്പോഴും ഫ്രഷ് ആവാൻ സാധിക്കണം എന്നില്ല, എസ്പെഷ്യലി ഇഫ് ഇറ്റ് ഇസ് എ ഹിസ്റ്റോറിക് സ്റ്റോറി. ഇറ്റ് ഈസ് വെരി കോമൺ ദേ ടേക്ക് റെഫറൻസ് ഫ്രം ഓൾഡ് മൂവീസ്, ക്ലാസിക്കൽ പെയിൻറ്റിങ്സ്, സ്കൾപ്ചേഴ്സ് അല്ലെങ്കിൽ സ്റ്റോറീസ് ദാറ്റ് ഹാവ് ലിവ്ഡ് ബിഫോർ അസ്. The designer team took a beautiful reference from Vaijayanthimala's look in Amrapali. കനകാവതിയെ സ്ക്രീനിലേക്ക് എങ്ങനെ പോർട്രേ ചെയ്യണം എന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് റെഫറൻസ് ആയിരുന്നു അമ്രപാളിയിലെ വൈജയന്തിമാലയുടെ ആ ഐക്കോണിക് ലുക്ക്. ടെമ്പിൾ സ്കൾപ്ചേഴ്സ്, ഏൻഷ്യൻ കാർവിങ്സ്, മ്യൂറൽ പെയിൻറ്റിങ്സ്, എല്ലാ ഡീറ്റെയിൽസും ദേ സ്റ്റഡീഡ് കെയർഫുള്ളി and try to understand how the people lived and dressed in the 4th and 5th century. Because ആ ടൈമിൽ അധികം റിട്ടൺ റെക്കോർഡ്സ് ഒന്നും ഇല്ലായിരുന്നു. സോ ഈ സ്കൾപ്ചേഴ്സും പെയിൻറ്റിങ്സും ഒക്കെ തന്നെയായിരുന്നു മെയിൻ റെഫറൻസ്. അതുകൊണ്ട് തന്നെ എവറി ഹെയർ സ്റ്റൈൽ, എവറി ഓർണമെന്റ് യു സീ, ഇറ്റ്സ് റീക്രിയേറ്റഡ് വിത്ത് ഇമാജിനേഷൻ ആൻഡ് പ്രിസിഷൻ. സോ കനകാവതി, നോട്ട് ജസ്റ്റ് എ ക്യാരക്ടർ, എ വിഷ്വൽ മെമ്മറി, എ ടൈംലെസ് ബ്ലെൻഡ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ഇമാജിനേഷൻ എന്നൊക്കെ പറയാം. സാരി ഡ്രേപ്പിംഗ് സ്റ്റൈലിലേക്ക് വരികയാണെങ്കിൽ ഭരതനാട്യം സ്റ്റൈൽ ധോത്തി കോസ്റ്റ്യൂം റെഫറൻസ് ആണ് കൂടുതലായും കാണാൻ പറ്റുക. കംപ്ലീറ്റ്ലി ഒരു ട്രഡീഷണൽ ഡ്രേപ്പിംഗ് സ്റ്റൈലാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഓൾഡ് കർണാടക ഹിസ്റ്ററിയുടെ ഒത്തൻറ്റിക് സ്റ്റൈൽ. ഈച്ച് പ്ലീറ്റ്, ഈച്ച് ഫോൾഡ് ക്യാരീസ് ദ മെമ്മറി ഓഫ് ദെയർ റൂട്ട്സ്. ഇറ്റ്സ് നോട്ട് സ്റ്റിച്ച്ഡ്, ഇറ്റ്സ് സ്റ്റൈൽഡ് ബൈ ട്രഡീഷൻ ഇറ്റ് സെൽഫ്. ഈ ഒരു ട്രഡീഷണൽ ഡ്രേപ്പിംഗ് കനകാവതിയുടെ മൂവ്മെൻറ്റ്, പോസ്ചർ, സിലബറ്റിനെ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ്യൂമിൽ അധികവും ഉപയോഗിച്ചിരിക്കുന്ന ഫാബ്രിക് ആൻഡ് ബോർഡേഴ്സ് ഹാൻഡ് വോവൺ മെറ്റീരിയൽസും ഗോൾഡൻ എംബലിഷ്ഡ് ബോർഡേഴ്സുമാണ്. പിന്നെ കളേഴ്സ് ലൈക്ക് ടർക്വൈസ് ആൻഡ് ഗോൾഡ് ആൻഡ് സംടൈംസ് എർത്തി അണ്ടർടോൺസും ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഗിവ്സ് എ ഡിവൈൻ ഗ്ലോ ഫോർ ദ ക്യാരക്ടർ ഓൺ സ്ക്രീൻ. ദി ഗോൾഡൻ ബോർഡേഴ്സ് ക്യാച്ച് ദി ലൈറ്റ്, ക്രിയേറ്റിംഗ് എ സിനിമാറ്റിക് കോൺട്രാസ്റ്റ്. എവറി ഫ്രെയിം ലുക്സ് ലൈക്ക് എ പെയിൻറ്റിംഗ്. അത് ഡയറക്ടർക്ക് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു. എവറി സ്റ്റെപ്പ്, എവറി ഹാൻഡ് മൂവ്മെൻറ്റ് ഫീൽസ് റിച്വലിസ്റ്റിക്. The flow in the costume becomes part of the storytelling. അതാണ് ആ ലുക്കിൻ്റെ ഒരു ഡിവൈൻ റിതം എന്ന് പറയുന്നത്. ജ്വല്ലറിയിലേക്ക് വരികയാണെങ്കിൽ ഹെവി ജുംകാസ്, സ്റ്റേറ്റ്മെൻറ്റ് നെക്ലസസ്, സ്റ്റാക്ക് ബാംഗിൾസ്, നോസ് പിൻ, മാങ് ടീക്ക, ആം കഫ്സ്, വേസ്റ്റ് ബെൽറ്റ് ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കഥാപാത്രത്തിൻ്റെ പവറിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ ജ്വല്ലറിയും സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓരോ ജ്വല്ലറിയും ഒരു കഥ പറയുന്ന ഫീൽ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ കൾച്ചറൽ ഐഡൻറ്റിറ്റി, സ്പിരിച്വാലിറ്റി എല്ലാം ഓരോ ലുക്കിലും ബ്യൂട്ടിഫുള്ളായി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ദ നെക്ക് പീസ് ഇസ് ഇൻസ്പയർഡ് ബൈ കാശിമാല ആൻഡ് ദേവിഹാരം പാറ്റേൺ ഫ്രം സൗത്ത് ഇന്ത്യൻ ട്രഡീഷൻ. ഓരോ ലുക്കിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് ആൻറ്റീക് ഗോൾഡ് ഫിനിഷുള്ള സ്റ്റേറ്റ്മെൻറ്റ് ജ്വല്ലറിയാണ്, വിച്ച് ഇസ് എംബഡഡ് വിത്ത് റൂബി റെഡ്സ്, എമറൽഡ് ഗ്രീൻസ്, ടർക്വസ് സ്റ്റോൺസ്, വിച്ച് പെർഫെക്റ്റ്ലി ബ്ലെൻഡ്സ് വിത്ത് എ ഡീപ്പ് ഗ്രീൻ കോസ്റ്റ്യൂം. കനകാവതിയുടെ ലുക്കിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആംലെറ്റ്സ് ആണ്. The golden monkey. Tiny chains and beaded drops swaying on her upper arms. ഇതൊരു റോയൽ അറ്റയർ ഫീലാണ് നൽകുന്നത്. അതുപോലെ തന്നെ പവറും എലഗൻസും ഒരുമിച്ച് കൊടുക്കുന്നുണ്ട്. When you see Kanakavathi on screen, it's not just a woman in a beautiful attire. It's a look that blends tradition and beauty. That's the magic of Kantara Chapter 1. It's not just costume design. It's a culture in emotion. If you enjoyed this video, please like, share and subscribe. And also, don't forget to follow Styleavera's Instagram page.